Hi friends, welcome back to Widget Master. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവഞ്ചേഴ്സ് എൻഗെയിമിനെ പറ്റിയാണ്. അവഞ്ചേഴ്സ് എൻഗെയിമിനെ പറ്റി ലീക്ഡ് ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസിനെ പറ്റിയാണ്. കൂടാതെ അവർ ഫേസ് 3ക്ക് ശേഷം മണിയിച്ചൊരുക്കുന്ന ചില സിനിമകളെ പറ്റിയും പറയുന്നുണ്ട്. കൂടാതെ ബാക്കി റിലേറ്റഡ് ആയ ന്യൂസും പറയുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് എൻഗെയിമിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അവഞ്ചേഴ്സിന്റെ ഒരു ടോയ് കവർ ലീക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയത്. ഈ ഒരു ടോയ് കവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. തോറും റോക്കറ്റും ഒരു സ്യൂട്ട് ധരിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ആദ്യമായി പറയാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു വൈറ്റ് കളർ സൂട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ പർപ്പസിന് തന്നെ ഉള്ളതാണ്. ഇത് അവഞ്ചേഴ്സ് ഫുൾ ടീമിന്റെ സ്യൂട്ടാണ്. അത് നമുക്ക് അവഞ്ചേഴ്സിന്റെ ആ ലോഗോയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ സ്യൂട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സ്യൂട്ട് ആൻഡ്മാൻ ആൻഡ് വാസ്പിൽ ഹാൻഡ് പെയിം ജാൻമാനെ രക്ഷിക്കാൻ ക്വാണ്ടം റിയാമിൽ പോകുമ്പോൾ ധരിച്ചിരുന്ന സൂട്ടുമായി ഒരുപാട് സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവഞ്ചേഴ്സിന്റെ ക്വാണ്ടം റിയാമിലേക്ക് വേണ്ടിയാണ് ഈ സ്യൂട്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവഞ്ചേഴ്സ് ക്വാണ്ടം റിയാമിലെ ടൈം വോർട്ടസ് ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്യുന്നതിന്റെ വളരെയധികം സൂചനയാണ്. ഫ്യൂച്ചറിലെ പല സമയങ്ങളിൽ പോയി ഇൻഫിനിറ്റി സ്റ്റോൺ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം. ഇൻഫിനിറ്റി വാറിന്റെ സമയത്തും ഇതുപോലൊരു ടോയ് കവർ ലീക്ക് ആയിരുന്നു. അതിൽ നിന്ന് തോറിന്റെ പുതിയ ആയുധമായ സ്റ്റോം ബ്രേക്കറിനെ പറ്റിയുള്ള സൂചന അന്ന് തന്നെ ഫാൻസ് ലഭിച്ചിരുന്നു. അത് സത്യമാവുകയും ചെയ്തിരുന്നു. അടുത്ത പറയാൻ പോകുന്നത് ഒരു ഡിസപ്പോയിന്റിംഗ് ന്യൂസ് തന്നെയാണ്. ഇത് അടുത്ത മാർവലിലെ അടുത്ത അയൺമാന്റെ കാസ്റ്റിനെ പറ്റിയാണ്. ഇതൊരു ലീക്ഡ് ന്യൂസ് ആണ്. ഇതൊരു ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ആകാതെ ഇരുന്നാൽ നന്നായിരുന്നു. കാരണം അത്രത്തോളം ലെജൻഡറി ആക്കിയാണ് ആ ക്യാരക്ടർ റോബോട്ട് ഡൗണി ജൂനിയർ നമുക്ക് തന്നിട്ടുള്ളത്. എന്തിരുന്നാലും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ലീക്ഡ് ന്യൂസ് പ്രകാരം ടൈസൺ കിഡ്സ് എന്ന ടീനേജറാണ് അടുത്ത അയൺമാൻ റോൾ ചെയ്യാൻ പോകുന്നത്. ടൈസൺ കിഡ്സിനെ മുൻപിറങ്ങിയ മാർവൽ സിനിമകളിലും നമ്മൾ കണ്ടിരുന്നു. അയൺമാൻ 3 നമ്മൾ കണ്ടിരുന്നു. ഹാർലി കീൻ എന്ന റോളാണ് അപ്പോൾ അദ്ദേഹം പ്ലേ ചെയ്തിരുന്നത്. അന്ന് ടോണിയെ ഒരുപാട് രക്ഷിച്ചിരുന്നു ഹാർലി കീൻ. ടോണിയെ പോലെ തന്നെ ഒരുപാട് സ്മാർട്ടും ഇന്റലിജന്റുമാണ് ഹാർലി കീൻ. അതുകൊണ്ട് തന്നെയാണ് പൊട്ടറ്റോ ഗൺ പോലുള്ള വെപ്പൺ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. അത്യാവശ്യം നല്ല റോൾ തന്നെയാണ് അയൺമാൻ 3ൽ ടൈസൺ കിഡ്സിന് ലഭിച്ചിരുന്നത്. അന്ന് കുറെ പേർ ചോദിച്ചിരുന്നു ഈ റോളിന്റെ പ്രസക്തി എന്താണെന്ന്. കാരണം പിന്നീട് ഇറങ്ങിയ ഒരു സിനിമകളിലും നമ്മൾ ടൈസൺ കിഡ്സിനെ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ഒഫീഷ്യൽ കൺഫേംഡ് ന്യൂസ് പ്രകാരം ടൈസൺ കിഡ്സിനെ മാർവൽ ടീം പിന്നെയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അവഞ്ചേഴ്സ് എൻ ഗെയിമിന് വേണ്ടിയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ന്യൂസ് പ്രകാരം അയൺമാന്റെ ഫ്യൂണറൽ സമയത്താണ് ടൈസൺ കിഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിരുന്നാലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ ടൈം ട്രാവൽ സമയത്ത് ചെറിയൊരു കേമിയോയ്ക്ക് വേണ്ടിയും ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരിക്കാം. എന്നിരുന്നാലും ടൈസൺ കിഡ്സിനെ തിരിച്ചു വിളിച്ച ന്യൂസ് കൺഫേംഡ് ആണ്. അടുത്ത പറയാൻ പോകുന്നത് മാർവലിൽ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഫേസ് 4 സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ സ്പൈഡർമാന്റെ ഫാർ ഫ്രം ഹോം മുതലാണ്. എന്നാൽ അടുത്ത പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അത് ഡോക്ടർ സ്ട്രേഞ്ചിനെ പറ്റിയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത സോളോ മൂവി ഇപ്പോൾ കൺഫേംഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഡയറക്ടറായ സ്കോട്ട് ഡാർക്സൺ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൺഫേം ആയത്. ഇപ്പോഴുള്ള ന്യൂസ് അനുസരിച്ച് മെയ് 2021 കൂടി റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വരെ ഡോക്ടർ സ്ട്രേഞ്ചിന് എത്ര വലിയ റോളാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സോ വേൾഡിലാണെങ്കിൽ പോലും അവഞ്ചേഴ്സ് എൻ ഗെയിമിലും ഡോക്ടർ സ്ട്രേഞ്ചിന് വലിയൊരു റോൾ തന്നെയായിരിക്കും നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഡോക്ടർ സ്ട്രേഞ്ച് ഫാൻസിന് ഇത് വലിയൊരു സന്തോഷം പകർന്ന വാർത്ത തന്നെയാണ്. അടുത്ത പറയാൻ പോകുന്നത് ഇന്ത്യൻ മാർവൽ ഫാൻസിന് ഒരുപാട് സന്തോഷം പകർന്ന വാർത്ത തന്നെയാണ്. മാർവലിന്റെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് വൈസ് ചെയർമാൻ സ്റ്റീഫൻ വാക്കർ ഈയിടെ പറഞ്ഞത് അവർക്ക് ഇന്ത്യൻ കൾച്ചറിൽ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ്. ബ്ലാക്ക് പാന്തറിലും സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലും നമ്മൾ അതിന്റെ സൂചന വളരെയധികം കണ്ടതാണ്. Mbaku, leader of the Jabari wisdom. I accept your challenge, Mbaku. Glory to Hanuman. सुनो, तुम उस उड़ने वाले हैवान के बारे में भूल जाओ प्लीज. क्यों? क्योंकि मैं कह रहा हूँ इसलिए. सॉरी माताजी, ये आजकल के बच्चे ना. സോ അതുകൊണ്ട് തന്നെ അതിന് സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരു കാര്യം കൂടെ അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ ഷാറുഖ് ഖാൻ തന്നെയായിരിക്കും ആദ്യം പ്രാധാന്യം നൽകുന്നതെന്നും. എന്നിരുന്നാലും ഇന്ത്യൻ ഫാൻസിന് ഒരുപാട് സന്തോഷം പകർന്ന വാർത്ത തന്നെയാണിത്. അഥവാ ഷാറുഖ് ഖാൻ അല്ലാതെ മറ്റേതൊരു ആക്ടറെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഉത്തരം വീഡിയോ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത പറയാൻ പോകുന്നത് ജോൺസിനെ പറ്റിയൊരു കാര്യമാണ്. ജോൺസിനെയും ക്യാപ്റ്റൻ അമേരിക്കയെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഈയിടയ്ക്ക് ഇറങ്ങിയ എലൻ ഷോ ജോൺസിനെ തന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ജോൺസിനേക്ക് എംസിയിൽ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ താല്പര്യമുണ്ടെന്ന്. They say that there's a rumor going around that you might be the new Captain America. Is that For real? Yeah. Yes. Yes. Finally it's Yeah. happened. Maybe I did, maybe I didn't. But if it's out there, if the Captain America people are listening and you're out there watching right now, I'll totally do it. I totally will. All right. Well, I think I'd be a good Captain America. I think I'd be a good Captain America. I agree.
എന്നാൽ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വാർത്ത ഉണ്ടായിരുന്നു ജോൺ സീന ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ പോകുന്നതിനെ പറ്റിയുള്ള. എന്തായാലും ഫ്യൂച്ചറിൽ എംസിയിൽ നടക്കുമോ എന്നറിയില്ല. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ജോൺ സീന അല്ലെങ്കിൽ മറ്റേ ആരെയാണ് നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ റോളിൽ പ്രതീക്ഷിക്കുന്നത്, ക്രിസ് ഇവാൻസിനെ അല്ലാതെ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് തോന്നിയ ഫാൻ തിയറീസും നിങ്ങൾക്ക് ഉണ്ടായ ചില പ്ലോട്ടുകളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.